യെസ്, ബോസ് ട്യൂൺ ചെയ്തിട്ടുള്ള മോട്ടോറോളയുടെ പുതിയതും ഏറ്റവും ആദ്യത്തെ ഐറ്റവുമാണ് മോട്ടോ ബഡ്സ് പ്ലസ്. അതിന്റെ കൂടെ ബോസ് ട്യൂൺ ചെയ്യാത്ത മോട്ടോയുടെ പുതിയൊരു ഐറ്റം മോട്ടോ ബഡ്സ്. ഇത് വാങ്ങണോ വേണ്ടയോ, ഇതിൽ എന്തൊക്കെയാണുള്ളത്, എന്താണ് മെയിൻ വ്യത്യാസങ്ങൾ, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ പൊട്ടും മുതലായ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉടനീളം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ബോസ് ട്യൂൺ ചെയ്ത ഐറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യെസ്, മോട്ടോ ബഡ്സ് പ്ലസ്. കളർ കൊള്ളാം, ബീച്ച് മണ്ണ് അഥവാ ബീച്ച് സാൻഡ്. ലെതർ ഫിനിഷ് ആണോ എന്ന് വെച്ചാൽ ഏതാണ്ട് അതുപോലെയൊക്കെ ഉണ്ട്. നല്ല തിളങ്ങുന്ന ലോഗോയും സൗണ്ട് ബൈ ബോസും, ദാ ഇവിടെ ഒരു ലൈറ്റും. പെട്ടി തുറന്നാൽ ദാ ഉൾഭാഗത്ത് മോട്ടോറോള. ഇതാണ് ബഡ്സ്. ദാ ഇവിടെ ഒരു ബട്ടൺ. ഞാനിത് ഓൾറെഡി ഫോണുമായി പെയർ ചെയ്തു. ദേ മോട്ടോ ബഡ്സ് എന്ന ആപ്പും ഇൻസ്റ്റാൾ ആക്കി. നിങ്ങളും അത് ഇൻസ്റ്റാൾ ആക്കണം, കാരണം ഇതിനകത്താണ് ഈ ബഡ്സിന്റെ കുറെ അധികം പരിപാടികളൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഇതിന്റെ സൗണ്ട് എങ്ങനെയുണ്ട്? ബോസിന് മോട്ടോ ഇറക്കിയ കാശ് പോയോ മുതലായോ? സോ മെയിൻലി ഈ പ്രൈസ് സെഗ്മെന്റിൽ ബോസ് ട്യൂൺ ചെയ്ത EQ ഉള്ള അവരുടെ നോയിസ് ക്യാൻസലേഷൻ അൽഗോരിതം ഉള്ള ഏക ഐറ്റം ആയിരിക്കും ഇത്. സംഭവം ഉള്ളത് പറയാലോ, ഇതെടുത്ത് ചെവിയിൽ വെച്ച് ഞാൻ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാശ് മുതലായി. ഒരു സെറ്റ് സൗണ്ട് പെയർ ചെയ്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു EQ കണ്ടോ, ബേസ് ബൂസ്റ്റ്. ഇത് ഇടണം. ഇത് ഇട്ട് കഴിഞ്ഞ് പാട്ട് കേൾക്കുമ്പോൾ നല്ല ഡും ഡും സൗണ്ട്. എന്നാൽ സർപ്രൈസിംഗ്ലി വോക്കൽസ് ക്ലിയർ ആണ്. സ്വാഭാവികമായും എന്തുകൊണ്ട് ഇത്രയും ബേസ് ഉണ്ടായിട്ടും വോക്കൽസിന് ഇത്ര ക്ലാരിറ്റി എന്നൊരു ചിന്ത എനിക്കും വന്നു. ഈ ആപ്പിനകത്ത് ലൗഡ്നെസ് കൂട്ടുന്ന, ലേറ്റൻസി കുറയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഓണാക്കാൻ മറക്കണ്ട. നോർമലി ഇയർഫോൺസിൽ ഒരൊറ്റ ഡ്രൈവർ ആയിരിക്കും ഉള്ളത്. അതിന്റെ സൈസ് അത്യാവശ്യം വലിപ്പം വെക്കുമ്പോൾ നല്ലൊരു ഡും ഡും ബേസ് കിട്ടും. പക്ഷെ ബേസ് വരുമ്പോൾ നമ്മുടെ വോക്കൽസിന്റെ ക്ലാരിറ്റി കുറയാറാണ് പതിവ്. ഇതിനകത്ത് നല്ല ബേസ് കിട്ടാനായിട്ടൊരു 11 മില്ലിമീറ്ററിന്റെ ബേസ് ഡ്രൈവർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 6 മില്ലിമീറ്ററിന്റെ മൈക്രോ പ്ലാനർ ട്വീറ്ററും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബേസ് ഇത്ര കൂടിയിട്ടും ക്ലാരിറ്റി ഉള്ള വോക്കൽസ് കിട്ടുന്നത്. ഇത് കണ്ടോ, ഈ ഐറ്റം നമ്മൾ ജസ്റ്റ് വയർലെസ് ചാർജറിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നുണ്ട്. യെസ്, വയർലെസ്ലിയും നിങ്ങൾക്ക് ഈ ഒരു ബഡ്സ് ചാർജ് ചെയ്യാം. ഈ കേസിന് മൊത്തം 38 മണിക്കൂറിന്റെ ഒരു പ്ലേ ബാക്ക് തരാൻ പറ്റും. ആൻഡ് കേസിനകത്ത് ബഡ്സ് വെച്ചൊരു 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഈ അടുത്തായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, മോട്ടോറോളയുടെ ഏത് ഫോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡോൾബി എഴുതിയിട്ടുണ്ടാവും. യെസ്, ഡോൾബി ആയിട്ട് മോട്ടോറോള ഓൾറെഡി പാർട്ട്നേഴ്സ് ആണ്. ആൻഡ് ഡോൾബി അറ്റ്മോസിന് സപ്പോർട്ട് ഈ ഒരു TWSലും ഉണ്ട്. ആൻഡ് ചില സപ്പോർട്ടഡ് മോഡൽ ഫോണുകളുടെ കൂടെ ഡോൾബി ഹെഡ് ട്രാക്കിങ്ങും ഈ ഒരു ഇയർഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്, ഇത് നിങ്ങൾ ചെവിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അമ്പോ എന്ന് തോന്നിക്കുന്ന സാധനമാണ് ഇതിന്റെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഇതിൽ സർപ്രൈസ് ആവേണ്ട ഒരു കാര്യമില്ല, കാരണം ബോസ് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനുള്ള ഇയർഫോൺസ് കൊണ്ടുവന്നത്. ആൻഡ് അതിന്റെ അൽഗോരിതമാണ് ഇതിനകത്തുള്ളത്. 46 dB വരെയാണ് ഇതിന് നോയിസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. 3.3 കിലോഹെർട്സിന്റെ ഫ്രീക്വൻസി റേഞ്ച്. സംഭവം അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നോർമലി നമ്മൾ കാണുന്ന ജസ്റ്റ് ഒരു നോയിസ് ക്യാൻസലേഷൻ മാത്രമല്ല, ഇതിനകത്ത് അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾക്ക് കൂടുതൽ നോയിസ് വരുന്നത് അവിടെ കൂടുതൽ നോയിസ് സപ്രസ് ചെയ്യും നിങ്ങളുടെ എൻവിറോൺമെന്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി. ഡെഫിനറ്റ്ലി സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇത് പ്രീമിയം സെഗ്മെന്റ് ഉള്ള ഐറ്റം ആണ്. ഈവൻ നിങ്ങൾ ചെവിയിലെടുത്ത് വെക്കുന്ന സമയത്ത് അതിന്റെ ഫിറ്റ്, ബഡ്സ് കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഫിനിഷ്, ഈവൻ നിങ്ങൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് ഫിറ്റ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ നിങ്ങൾക്ക് 2 എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്. സോ ടോട്ടൽ 3 പെയർ ഇയർ ടിപ്സ് ഉണ്ട്. ഒബ്വിയസ്ലി പ്രീമിയം സെഗ്മെന്റ് TWS ആണ് എന്നുള്ളത് കൊണ്ട് TWS നിങ്ങൾക്ക് IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ട്. ഇനി കേസിലാണെങ്കിൽ IPX4. ഈ ബീച്ച് സാൻഡ് എന്ന് പറഞ്ഞ കളർ ആക്ച്വലി ഒരു പാൻറ്റോൺ കളറാണ്. ഒരു കളറും കൂടി ഉണ്ട്, ഫോറസ്റ്റ് ഗ്രേ, അതും പാൻറ്റോൺ ആണ്. സോ ടോട്ടൽ 2 കളേഴ്സിലാണ് വരുന്നത്. ഒരു ചാർജിൽ എത്ര മണിക്കൂർ കേൾക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ANC അഥവാ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 8 മണിക്കൂറോളം കിട്ടും. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ എത്രത്തോളമാണ് നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ച് വേരി ചെയ്യും. എന്തായാലും ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.3 വേർഷൻ ആണ്. ഈവൻ ഇയർഫോൺസിൽ ടച്ച് കൺട്രോൾസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ആപ്പിലൂടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്, ഈ ഒരു ടച്ച് കൺട്രോൾസ് നിങ്ങൾക്ക് സിംഗിൾ ടാപ്പ് ഓപ്ഷൻ അവൈലബിൾ അല്ല. യെസ്, സിംഗിൾ ടാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട്. ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പാട്ട് പ്ലേ ആവുക, പോസ് ആവുക, ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് സംസാരിക്കുമ്പോൾ കട്ടായി പോകുന്ന പരിപാടി, ഇതൊക്കെ കൊണ്ട് തന്നെ സിംഗിൾ ടാപ്പ് ഒഴിവാക്കി ഡബിൾ ടാപ്പും ട്രിപ്പിൾ ടാപ്പും ടാപ്പ് ആൻഡ് ഹോൾഡിലൊക്കെയാണ് പരിപാടി. ഇത് ബോക്സിനകത്ത് നിങ്ങൾക്ക് അല്ലറ ചില്ലറ സാധനങ്ങൾ വരുന്നുണ്ട്. ടൈപ്പ് C കേബിളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അനിയനെ പരിചയപ്പെടാം, മോട്ടോ ബഡ്സ്. ഈ 2 സാധനത്തിലും കോമൺ ആയിട്ട് 5 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. മോട്ടോ ബഡ്സ് പ്ലസും മോട്ടോ ബഡ്സും രണ്ടും ഹൈറസ് ഓഡിയോ സർട്ടിഫൈഡ് ആണ്. ആൻഡ് 2 ഇയർഫോൺസും തുറക്കുമ്പോൾ തന്നെ പടേന്ന് പെയർ ആവുന്നുണ്ട്. യെസ്, ഫാസ്റ്റ് പെയറിംഗ് ഫീച്ചർ ഉണ്ട്. ബഡ്സ് പ്ലസിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ബഡ്സിലും ലഭിക്കുന്നുണ്ട്. ആൻഡ് ആപ്പിലൂടെ നിങ്ങൾ ഡ്യുവൽ പെയറിംഗ് ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസിൽ
അറ്റ് എ ടൈം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നോയ്സ് ക്യാൻസലേഷനെ സഹായിക്കാനായിട്ട് ഇതിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ മൈക്ക് സിസ്റ്റം ഉണ്ട്. കൂടാതെ ക്രിസ്റ്റൽ ടോക്ക് AI അഥവാ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ എൻവിറോൺമെന്റ് നോയ്സ് കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ടുള്ള ആ ഒരു അൽഗോരിതം ഇതിനകത്തുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മോട്ടോ ബഡ്സിന്റെ മൈക്രോഫോൺസിലൂടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ ആണ്. സോ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു കോൾ ക്വാളിറ്റി ആയിരിക്കും മോട്ടോ ബഡ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മോട്ടോ ബഡ്സ് പ്ലസിന്റെ മൈക്രോഫോൺസിലൂടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു കോൾ ക്വാളിറ്റി ആയിരിക്കും മോട്ടോ ബഡ്സ് പ്ലസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബേസിക്കലി പറയുവാണെങ്കിൽ മോട്ടോ ബഡ്സ് എന്ന് പറയുന്നത് മോട്ടോ ബഡ്സ് പ്ലസിന്റെ ഒരു ബഡ്ജറ്റ് വെർഷൻ ആണ്. ആൻഡ് ഒബ്വിയസ്ലി ഇത് രണ്ട് നിങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസവും മനസ്സിലാകും. പക്ഷേ ഈവൻ ബഡ്സിലും നിങ്ങൾക്ക് പാൻടോൺ കളേഴ്സ് ആണ് വരുന്നത്. സ്റ്റാർലൈറ്റ് ബ്ലൂ, ഗ്ലേസിയർ ബ്ലൂ, കോറൽ പീച്ച്. ബഡ്സ് പ്ലസിൽ നിന്നും പ്രധാനപ്പെട്ട ബഡ്സിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിലെ പോലെ രണ്ട് ഡ്രൈവേഴ്സ് ഇല്ല. ഇതിനകത്ത് ഒരൊറ്റ 12.4 മില്ലിമീറ്ററിന്റെ വലിയ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. യെസ്, വലിയ ഡ്രൈവർ ഉള്ളത് കൊണ്ട് തന്നെ ബേസ് അഥവാ ബാസ് അതിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ലൊരു ബേസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ബഡ്സ് പ്ലസ് യൂസ് ചെയ്തൊരു പാട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ ബഡ്സ് കണക്ട് ചെയ്ത ആ ഒരു സെയിം പാട്ട് കേൾക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ ഒരു ബഡ്സ് പ്ലസിലെ സെക്കൻഡറി 6 മില്ലിമീറ്ററിന്റെ ആ ട്വീറ്റർ എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് മനസ്സിലാവും. കാരണം ബേസ് കൂടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു വോക്കൽസ് മഫിൾഡ് ആയി പോകും. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മോട്ടോ ബഡ്സ് ആപ്പിനകത്ത് EQ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു EQ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബേസും എന്നാൽ വോക്കൽ ക്ലാരിറ്റി പോകാത്ത രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്യാം. യെസ്, ബഡ്സ് പ്ലസിൽ അത് ബോസ് ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ബഡ്സിൽ അത് നമ്മൾ തന്നെ ട്യൂൺ ചെയ്യണം എന്ന് മാത്രം. ബട്ട് സ്റ്റിൽ അത്ര മോശമൊന്നും അല്ല കേട്ടോ. കാരണം ഇതിന് രണ്ടിനും ഹൈറസ് ഓഡിയോയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം പാസ്സാവാതെ അത് പറ്റില്ല. എന്നാൽ ബഡ്സിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്തും അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെങ്കിലും ഇത് അപ് ടു 50 dB വരെ അഥവാ 4 kHz റേഞ്ച് വരെ കിട്ടുന്നുണ്ട്. ഫിറ്റിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നോയ്സ് ക്യാൻസലേഷൻ ബഡ്സ് പ്ലസ് വെച്ച് നോക്കുമ്പോൾ ബഡ്സിൽ ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്. ചെവിയിൽ ഏതാണോ ബെറ്റർ ആയിട്ട് ഫിറ്റ് ആവുന്നത് അത് ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു സെയിം ഫീൽ തന്നെയാണ് ലഭിക്കുന്നത്. വെൽ, ബഡ്ജറ്റ് അഥവാ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി ബഡ്സിനകത്ത് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് അല്ല കിട്ടുന്നത്, വയർഡ് ചാർജിങ് മാത്രമാണുള്ളത്. ടൈപ്പ് സി കേബിൾ ബോക്സിനകത്ത് ഉണ്ട്. ഇത് സർപ്രൈസിംഗ്ലി 42 മണിക്കൂറിന് ബാക്കപ്പ് കേസ് തരുന്നുണ്ട്. 10 മിനിറ്റ് നിങ്ങൾ ബഡ്സ് കേസിൽ വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ഒരു പ്ലേ ബാക്ക് ആണ് ANC ഓഫ് ആക്കുമ്പോൾ കിട്ടുന്നത്. പ്ലസ് നിങ്ങൾക്ക് ഫുൾ ചാർജിൽ ANC ഓഫ് ആണെങ്കിൽ 9 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ബഡ്സിൽ ലഭിക്കുന്നുണ്ട്. അഗൈൻ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് IPX4ന്റെ ഒരു റേറ്റിംഗ് മാത്രമാണ് കിട്ടുന്നത്. ആൻഡ് ബ്ലൂടൂത്ത് 5.3 വേർഷൻ ആണ്. സോ ബഡ്സ് പ്ലസ് അണ്ടർ 10K അതായത് 9,999 റുപ്പീസ്, ബാങ്ക് ഡിസ്കൗണ്ട് 2,000 റുപ്പീസ് കഴിഞ്ഞ് 7,999 റുപ്പീസിൽ ബോസിന്റെ ട്യൂണിങ് വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഐറ്റം. അത്രയും ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അണ്ടർ 5K 4,999 റുപ്പീസ്, 1K ബാങ്ക് ഡിസ്കൗണ്ടിന് ശേഷം 3,999 റുപ്പീസിന് നല്ല ഒരു നോയ്സ് ക്യാൻസലേഷനുള്ള നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ ബഡ്സ് ഒരു സെറ്റ് ഐറ്റം. എന്തായാലും ഇതിൽ രണ്ടിലും സംഭവം ഇருக்கு. ആൻഡ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇருக்கு. പിന്നെന്താ, അത്രയേ ഉള്ളൂ ഈ രണ്ട് TWSനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. അടുത്ത വീഡിയോ കാണാം. ബൈ.